അതുകൊണ്ട് 133 സങ്കീർത്തനം പറയുന്ന പോലെ സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്ന ആ സ്വർഗീയ അനുഭവം 14 മൈൽ രൂപീകൃതമായതുകൊണ്ടാണ്. അത് മുമ്പോട്ട് പോകാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ച് ഞാൻ ആ ഭാഗം നിർത്തുന്നു. ഇന്നിവിടെ ഈ സൺഡേ സ്കൂളിനോടനുബന്ധിച്ച് ഒരു ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. ലൈബ്രറി ഇവിടെ നിലവിലുണ്ട് എന്ന് എനിക്കറിയാം. അവിടെ ഏതാണ്ട് 600ഓളം പുസ്തകമുണ്ടെന്നാണ് എൻ്റെ ആദ്യത്തെ അറിവ്. ഇപ്പൊ കൂടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ ആശ്വസിക്കുന്നു. എന്തായാലും ആ ലൈബ്രറിയുടെ നവീകരണത്തിനും പുതുക്കത്തിനും വേണ്ടി ഇന്ന് ഇവിടെ ഒരു ഫണ്ട് ശേഖരണവും അതോടൊപ്പം തന്നെ ഒരു പുസ്തക പ്രകാശനവും കൂടി നടക്കുകയാണ്. ഇനി 2017 14 മൈൽ മോറിഗ്നോദിയോസ് മോറോന സൺഡേ സ്കൂൾ അഖില മലയാളത്തിൽ വീണ്ടും 1ാം സ്ഥാനത്ത് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ അഭിനന്ദ പിതാവിന്റെ തൃക്കരം ചുംബിച്ച് ഈ സൺഡേ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ലൈബ്രറിയുടെ ഉദ്ഘാടനം ദൈവനാമത്തില് പരിശുദ്ധ പിതാവായ ഇഗ്നാത്യോസ് മോറോനയുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നതായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നു. ദൈവനാമം അതിന് മഹത്വപ്പെടട്ടെ. നന്ദി, നമസ്കാരം. ദൈവത്തിന് സ്തോത്രം. മതിയാവുകയില്ല. ഒരിക്കൽ കൂടി എല്ലാ നന്മകളും ഈ വല്യമ്മയ്ക്ക് വേണ്ടി നേരുന്നു. ശ്രീ എം വി പൗലോസ് മുതുകാട്ട് 1964 വ്യവസ്ഥാപിതമായി ആരംഭിച്ച സൺഡേ സ്കൂളിന്റെ പ്രഥമ ഹെഡ് മാസ്റ്റർ. MC അന്നമ്മ പാറച്ചേരി പുത്രയുന്നു. 1964 അധ്യാപകരും ആദ്യത്തെയാണ്. വനിതാ സമാജം പ്രവർത്തക. ശ്രീ വർക്കി KN ക്ലീനാർ രണ്ടാമത്തെ ഹെഡ് മാസ്റ്റർ. 1966 മുതൽ 1973 വരെ സേവനം. ശ്രീമതി സൂസൻ വർക്കി ക്ലീനാർ. ശ്രീമതി ഏലിക്കുട്ടി പച്ചമറ്റത്തിൽ. ശ്രീമതി ഏലിക്കുട്ടി എടക്കാനക്കാട്ട്. ശ്രീ ജോർജ് KC കറുത്തേടത്ത്. ശ്രീ KK വർഗീസ് കണ്ടമാലിൽ. ശ്രീ പൗലോസ് KN ക്ലീനാർ. ശ്രീ എൽദോസ് PO പാറേക്കുടിയിൽ. ശ്രീ പൈലി ജോസഫ് കുളപ്പമോളെ. ശ്രീ വർഗീസ് 1973 മുതൽ 1978 വരെ സേവനമനുഷ്ഠിച്ചു. ഇപ്പോൾ പള്ളി ട്രസ്റ്റിയായി സേവനമനുഷ്ഠിക്കുന്നു. ശ്രീ മാത്യു CP ചെറുകുടി. പൂർവ്വ അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങിന് നമുക്കിപ്പോൾ സാക്ഷികളാകാം. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഈ ജൂബിലി നിറവിൽ ഈ ആദരവ് ഏറ്റുവാങ്ങുവാൻ അവരെ പ്രാപ്തരാക്കിയ കാരുണ്യവാനായ ദൈവത്തോട് നന്ദി പറയുന്നതിനോടൊപ്പം അവരെ ഇപ്പോ ആദരിച്ച് അഭിമന്യ തിരുമനസിന് ഇടവയുടെ പേരിൽ സൺഡേ സ്കൂളിന്റെ പേരിൽ തിരുമനസിന്റെ തൃപ്പാദങ്ങളിൽ നന്ദി അർപ്പിക്കുകയും ഇവർക്ക് ഓരോരുത്തർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യും. ബഹുമാനായ അധ്യക്ഷൻ, നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ വികാരി അച്ഛൻ, പൂർവ്വ അധ്യാപകരെയും വിദ്യാർത്ഥികളെ പ്രിയപ്പെട്ടവർ, വളരെയേറെ ആഹ്ലാദകരമായ ആനന്ദമായ ഒരു ചടങ്ങിൽ, ഏറ്റവും നല്ല ചടങ്ങിലാണ് ഞാൻ ഇപ്പോൾ പങ്കെടുത്തിരിക്കുന്നത്. അതിന് കാരണം ഞാൻ പങ്കെടുത്ത പല പരിപാടികളിലും വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ദൈവ സാന്നിധ്യമുള്ള ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച
ഇതിന്റെ സംഘാടകരോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുകയും വചന തീരത്തെത്തിയതിന് പൂർവ്വ അധ്യാപകരും വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തുന്ന ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്കാണ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. സാധാരണക്കാരായ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അംഗീകരിക്കുന്ന ഒരു നല്ല ചടങ്ങാണ് ഇവിടെ സംഘാടകര് സംഘടിപ്പിച്ചിരിക്കുന്നത്. നാളെ വളർന്നു വരുന്ന വിദ്യാർത്ഥികളെ പ്രചോദനം നൽകിക്കൊണ്ട് സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിയിൽ എന്നെ ക്ഷണിച്ച സംഘാടക സമിതിയോടുള്ള നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്. അടിമാലി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബാബു പി കീച്ചേരി അവർ, അതുപോലെ എത്രയും ബഹുമാന്യനായ വൈദിക ശ്രേഷ്ഠർ, അതുപോലെ തന്നെ സഹോദരി സഹോദരന്മാർ, കുഞ്ഞുമക്കളെ, ഇവിടെ നിൽക്കുമ്പോൾ അതിയായ ഒരു സന്തോഷവും അഭിമാനവും തോന്നുന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ ഇടവകയിൽ നിന്നുകൊണ്ട് തന്നെ ഈ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുവാനും അതുപോലെ തന്നെ ഈ സ്ഥാനത്ത് എത്തപ്പെടുവാനും പിതാവിന്റെ മഹത്തായ സാന്നിധ്യം എനിക്കുള്ളത് കൊണ്ടാണെന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ 50 വർഷം പിന്നിട്ട ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമത്തിൽ ഇന്ന് പല ദേശങ്ങളിൽ നിന്നും പല പ്രദേശത്തു നിന്നും വന്നെത്തിയിട്ടുള്ള നല്ല രീതിയിൽ ഒത്തൊരുമിച്ച് കാണുവാൻ ഇടയാക്കി തീർത്ത ഇതിന്റെ സംഘാടകരെ ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യനായ വികാരിയച്ഛൻ, മറ്റ് വൈദികർ, ഇവിടെ തുടക്കം മുതൽ ഇന്ന് വരെ പ്രവർത്തിച്ചു സഹകരിച്ചു കൊണ്ടുപോകുന്ന പൂർവ്വ അധ്യാപക വിദ്യാർത്ഥികൾ, എന്നെ അറിയുന്ന, ഞാൻ അറിയുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ, 50 വർഷങ്ങൾക്ക് മുൻപ് ഒരു തുടക്കം, ആ തുടക്കം ഇത്രത്തോളം വളർന്നു പടർന്ന് പന്തലിച്ച് പൂവും കായുമായി നിറഞ്ഞു നിൽക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും അന്നത്തെ തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷ ഭാഗത്ത് ഒത്തിരി അത്ഭുതങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒരു കൊച്ചിന് യേശുവിനെ കാണണം എന്നൊരാഗ്രഹം തോന്നി. ഗലീലിയ കുന്നിൻ ചെരുവുകളിൽ ബൈബിൾ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ട് ഒത്തിരി അത്ഭുതങ്ങൾ നടത്തിക്കൊണ്ട് നടക്കുന്ന യേശുവിനെ കാണുവാനുള്ള ഒരാഗ്രഹം. ആ കൊച്ച് വളരെ ദിവസങ്ങൾ മാതാപിതാക്കന്മാരോട് ചോദിച്ചു, എനിക്ക് യേശുവിനെ ഒന്ന് കാണണം. യേശുവിനെ കാണണം എന്നുകൊണ്ട് ശല്യം ചെയ്തു കഴിഞ്ഞപ്പോൾ, മോനെ നീ ഫുട്ബോൾ പോകണ്ട, ഒത്തിരി നടക്കണം, നിനക്ക് ഒത്തിരി ദൂരം സഞ്ചരിക്കണം. ഇതൊന്നും അംഗീകരിക്കാതെ കൊച്ചു പറഞ്ഞു, എനിക്ക് യേശുവിനെ കാണണം, യേശുവിന്റെ അടുക്കൽ പോകണം. മാതാപിതാക്കന്മാർ സമ്മതിച്ചു. ആ കൊച്ചിന് വെളുപ്പാങ്കാലത്തെ എണീറ്റ് ആ മാതാവ് 5 അപ്പം ചുട്ട് 2 മീനും കൊടുത്ത് യേശുവിനെ കാണുന്നതിന് വേണ്ടി പറഞ്ഞു വിടുന്നു. ഒത്തിരി ദൂരം നടന്ന് സഞ്ചരിച്ച് ആ കുന്നിൻ ചെരുവിൽ യേശു ഇരിക്കുന്ന സ്ഥലത്ത് ആ ബാലൻ ചെന്നുവിടുന്നു. അപ്പോൾ യേശുവിന്റെ മുമ്പിൽ ആയിരക്കണക്കിന് ജനങ്ങൾ ദൈവവചനം കേൾക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു. ആ കാത്തിരിക്കുന്ന സമയത്ത് യേശു ശിഷ്യന്മാരെ വിളിച്ചിട്ട് ചോദിച്ചു, ഇതാ ഈ ജനങ്ങൾക്ക് മുഴുവൻ വിശക്കുന്നു, വിശന്ന് വലയുന്നു, അവർക്ക് കൊടുക്കുവാൻ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ? അന്ത്രയോസ്ലീഹ മൊത്തത്തിലൊന്ന് തെരഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ ഒരു തുണിയിൽ പൊതിഞ്ഞ ഒരു ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടെന്നുള്ള ബോധ്യം വരുത്തിക്കൊണ്ട് യേശുവിനോട് പറയുന്നു, 5 അപ്പവും 2 മീനും ഒരു ബാലന്റെ കയ്യിലുണ്ട്. മറ്റൊന്നും ലഭിക്കുവാനില്ല, മറ്റാരെയും കുറ്റപ്പെടുത്തിയില്ല. ആ മാതാവ് കൊടുത്തുവിട്ട 5 അപ്പവും 2 മീനും യേശുവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ആ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ 5000-ഓളം വരുന്ന പുരുഷന്മാർ ഭക്ഷിച്ച് മിച്ചം വന്ന്, ബാക്കിയുള്ളവരെ എണ്ണത്തിൽപ്പെടുത്തുന്നേയില്ല ബൈബിളിനകത്ത്, അവരെല്ലാവരും ഭക്ഷിച്ചു. 12 കുട്ട നിറയെ അപ്പങ്ങൾ ശേഖരിച്ച് ബാക്കി വന്നു എന്നുള്ള ഒരു അത്ഭുതം പോലെ. എത്രയും ബഹുമാനപ്പെട്ട എൽദോസ് പിള്ളച്ചൻ, ഈ പ്രോഗ്രാമിന്റെ വിശിഷ്ട അതിഥികളായി എത്തിച്ചേർന്നിട്ടുള്ള
പൂർവ്വ അധ്യാപക വിദ്യാർത്ഥികളുടെ ഒരു സംഗമം സംഘടിപ്പിക്കുന്നത്. അതിനായി ആദ്യമേ തന്നെ മാർ ഇഗ്നാത്യോസ് നൂറോനോ സൺഡേ സ്കൂളിന്റെ ഈ സംഘാടകരോട് പ്രത്യേകം നന്ദിയും അഭിനന്ദനങ്ങളും ഞാൻ അറിയിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഏറെ സന്തോഷം നൽകുന്നു. ഇവിടെ പൊന്നാട അണിയിച്ച പൂർവികരായ അധ്യാപകരുടെ മുഖത്തു നിന്നും ദൈവിക സ്നേഹത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ നേരിട്ട് അനുഭവിക്കാൻ കിട്ടിയ ഈ അവസരം, ദൈവവചനം പറഞ്ഞുകൊടുത്ത് മനുഷ്യമക്കളെ ദൈവത്തിന്റെ മക്കളാക്കി തീർത്ത ആ അധ്യാപകര് തങ്ങളുടെ കുഞ്ഞുങ്ങളെ നേരിട്ട് കണ്ടപ്പോൾ ഉണ്ടായ അനുഭവം, അത് മനസ്സിലാക്കുമ്പോൾ, അത് മനസ്സിൽ നിന്ന് നിരൂപിക്കുമ്പോൾ എത്രയോ സന്തോഷമാണ് നമുക്ക് നൽകുന്നത്. ഭാഗ്യവാനായ പൗലോസ് അപ്പോസ്തലൻ എബ്രായർക്ക് എഴുതിയ ലേഖനം 13:7 ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കും. തീർച്ചയായിട്ടും തങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകർ ഓർക്കുവാൻ ഒരു നിമിഷം ഒരുമിച്ച് ഒരു ക്ലാസ്സില് ഒരു ബെഞ്ചില് ഒരേ വാക്യങ്ങള് ഒരേ സമയം കേട്ടുപിടിച്ച വിദ്യാർത്ഥികള്, ദൈവിക സ്നേഹം, ദൈവിക പ്രകാശം അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ കിട്ടിയ ഒരു അവസരം. ഒരു വിളക്ക് സ്വയം പ്രകാശിച്ച് മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്നത് പോലെ നമുക്കും മാർ ഇഗ്നാത്യോസ് നൂറോനോ സൺഡേ സ്കൂള് അവർ സ്വയം പ്രകാശിക്കുകയും ഒപ്പം മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുകയും ചെയ്യുന്ന മാതൃകയായിരിക്കുന്ന ഹൈറേഞ്ച് മേഖലയുടെ MGSയുടെ തന്നെ ഒരു മാതൃകയാണ് മാർ ഇഗ്നാത്യോസ് നൂറോനോ സൺഡേ സ്കൂൾ എന്ന് അങ്കമാലി ഹൈറേഞ്ച് മേഖലയുടെ ഡയറക്ടർ എന്ന നിലയിൽ എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയുവാൻ സാധിക്കുന്നുണ്ട്. ഏലിയാസ് യൂലിയോസ് മെത്രാപ്പൊലീത്തയെ മനസ്സുകൊണ്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷം വഹിക്കുന്ന ആദരണീയനായ വികാരിയച്ഛൻ എൽദോ വർഗീസ് നാരിപ്പള്ളി അച്ഛൻ, പ്രിയപ്പെട്ട ബഹുമാന്യരായ ആചാര്യ ശ്രേഷ്ഠരെ, 50 വർഷങ്ങൾക്ക് മുൻപ് ആ ചെറു 5 അപ്പവും 2 മീനുമായി തുടക്കം കുറിച്ച ഈ സൺഡേ സ്കൂൾ, അല്ലെങ്കിൽ ആ വളരെ ലളിതമായ രീതിയിൽ തുടക്കം കുറിച്ച ഈ സൺഡേ സ്കൂൾ ഇന്ന് പഠനം വർദ്ധിച്ച് MGSയുടെ 650ഓളം വരുന്ന സൺഡേ സ്കൂളുകളിൽ അറിയപ്പെടുന്ന ഒരു സൺഡേ സ്കൂളായി. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമതെത്തി നിൽക്കുന്ന സൺഡേ സ്കൂളായി ഈ സൺഡേ സ്കൂൾ വളർന്നു എന്നുള്ളത് വളരെ അഭിമാനകരവും വളരെ സന്തോഷകരവുമാണ്. MGSയിലുള്ളതായ എല്ലാ 650ഓളം സൺഡേ സ്കൂളുകൾ ഒരേ ഭരണത്തിന് കീഴിൽ, ഒരേ ഭരണഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്നു എങ്കിൽ പോലും ഇവർക്ക് എല്ലാവർക്കും മാതൃകാപരമായ ഒരു രീതിയും ഒരു പഠന രീതിയും ഒരു ശൈലിയുമാണ് 14ാം മാർ ഇഗ്നാത്യോസ് നൂറോനോ സൺഡേ സ്കൂളിന് എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവുമില്ല. ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ, ശ്രേഷ്ഠ വൈദിക ശ്രേഷ്ഠരെ, ജനപ്രതിനിധികള്, സൺഡേ സ്കൂളിന്റെ ഭാരവാഹികള്, യേശുക്രിസ്തുനാമത്തിലെ സ്നേഹവന്ദനം. മാർ ഇഗ്നാത്യോസ് നൂറോനോ സൺഡേ സ്കൂളിന്റെ ആഭിമുഖ്യത്തില് സൺഡേ സ്കൂളിന്റെ ജൂബിലിയോടനുബന്ധിച്ച് ഇവിടെ നടത്തുന്ന വചന തീരത്ത് ഇത്തിരി നേരം നിന്നുള്ള ഈ വലിയ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഭദ്രാസനത്തിന്റെ എല്ലാ മേഖലയുടെയും എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം. അധ്യാപകരെ ആദരിച്ചു. അതിൽ നിന്ന് ആരെങ്കിലും അന്ന് ചൊല്ലി പഠിപ്പിച്ച പാടിക്കൊടുത്ത പാട്ടുകൾ ഓർമ്മയിലുണ്ടെങ്കിൽ ഒന്ന് റീകളക്ട് ചെയ്ത് പാടാൻ പറ്റുന്നവർ ഒന്ന് പാടി ഞങ്ങൾക്കൊന്ന് തരണം എന്നൊരു ആഗ്രഹമുണ്ട്. അതുപോലെ ഈ സൺഡേ സ്കൂളിൽ ഒരുപാട് പോയിന്റ് നേടിക്കൊടുത്ത ആളാന്ന് പറയുന്നു ഏറ്റവും ഇളം തലമുറക്കാരനായ എൽദോസ്. അദ്ദേഹം നല്ല ഗായകനാണെന്നും പറയുന്നു. ഒരു പാട്ട് അദ്ദേഹവും കൂടെ പാടിയാൽ അത് വചന തീരത്ത് ഇത്തിരി നേരം എന്നൊരു പേര് കണ്ടെത്തി ഈ പരിപാടി വളരെ വർണ്ണപ്പകിട്ടാക്കാൻ വേണ്ടി ധാരാളം പരിശ്രമിച്ചിട്ടുണ്ട്. തീരത്ത് നിന്നാണ് എല്ലാം ക്രിസ്തു ആരംഭിച്ചത്. തീരത്ത് സംഗമിച്ച് തീരത്ത് കണ്ടുമുട്ടുന്ന ധാരാളം വ്യക്തിത്വങ്ങളുണ്ട്. 2 കൂട്ടരാണ് തീരത്ത് എപ്പോഴുള്ളത്. ഒരു കൂട്ടര് ഈ ഭാഗത്ത് ഇരിപ്പുണ്ട്, മറ്റു കൂട്ടര് അവിടെ ഇവിടെയൊക്കെ മാറി ഇരിപ്പുണ്ട്. എന്ന് പറഞ്ഞാല് ഒന്ന് കടലിൽ കടന്ന് നീന്തി തിരിച്ചെത്തിയ ആളുകൾ, ഒന്ന് പുഴയ കൈ പിടിച്ച് അതിലേക്ക് ഇറങ്ങുന്ന ആളുകൾ. 2 പേര് നിൽക്കുന്ന തീരത്താണ്. പക്ഷെ ആ നിൽപ്പിനൊരു പ്രത്യേകതയുണ്ട്. ഒരു കൂട്ടം ആളുകൾ തീരത്ത് നിന്ന് ഈ തുഴ എറിഞ്ഞ് കായലിൽ അല്ലെങ്കിൽ കടലിൽ ചെന്ന് കടലിന്റെ ഓളങ്ങൾ കണ്ട് അതിൽ സംഭവിക്കാവുന്ന അപകടങ്ങളൊക്കെ മനസ്സിലാക്കി
ഈ തീരത്തേക്ക് തിരിച്ചെത്തിയ ആളുകളാണ്. എന്നാൽ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്ന കുട്ടികൾക്കാകട്ടെ അതിൻ്റെ അകത്തെ അപകടങ്ങളൊന്നും മനസ്സിലാകില്ല. അത് പറഞ്ഞു കൊടുക്കേണ്ട ചുമതലയാണ് തീരത്തേക്ക് തിരിച്ചെത്തിയ ഈ മുതിർന്നവരുടെ ചുമതല. പണ്ടൊക്കെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുന്ന ആദം നമ്മുടെ വല്യപ്പൻ, ഹൗവ നമ്മുടെ വല്യമ്മ, ഏതൻ എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ പാടിക്കൊടുക്കാൻ ഇന്ന് ആർക്കും നേരമില്ല. അത് പാടിക്കൊടുക്കാൻ കേട്ടിരിക്കാൻ പിള്ളേർക്ക് മനസ്സുമില്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മുടെ പള്ളിയിലൊക്കെ ഗായകസംഘക്കാരൊക്കെ എനിക്ക് തോന്നുന്നത് കയ്യില് പിടിച്ചിട്ട് ഇങ്ങനെ ആടി പാടുന്ന രീതിയായി പോകുന്നത്. നിന്ന് പാടില്ല ആരും ഇപ്പോ. പണ്ടൊക്കെ നിന്ന് പാടുമായിരുന്നു, ഇപ്പൊ ആടിയ പാടുക. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോ മദ്ദഹയിലേക്ക് ഈ ആട്ടം വേണ്ടി വരുമെന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ ആളുകൾ പള്ളിയിൽ വരില്ല. അപ്പൊ ആളുകൾക്കൊത്ത് മാറാൻ സാധിക്കില്ല. ആളുകളുടെ രീതിക്കൊത്തവണ്ണം സംവിധാനങ്ങൾ മാറ്റാൻ നോക്കിയാൽ എല്ലാം പൊളിച്ചെഴുതേണ്ടി വരും. ഈ സഭയുടെ വിശ്വാസ സത്യങ്ങൾ ഇളം തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് മുതിർന്നവരെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സ്നേഹാദരവോടുകൂടെ ഈ ഗുരുനാഥന്മാരായിട്ടുള്ള ഒരു ഭദ്രാസന മെത്രാപ്പോലീത്തയായി എനിക്ക് ഹൈറേഞ്ചിലേക്ക് എത്താൻ വേണ്ടുന്ന ഭാഗ്യം ലഭിച്ച ഗുരുനാഥന്മാർ ഈ ഇടവകയിൽ നിന്ന് ഈ സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം പൂർണ്ണമാക്കി വൈദിക വൃത്തിയിലേക്ക് എത്തിയ ധാരാളം വൈദികരുണ്ട്. ബഹുമാനപ്പെട്ട മത്തായിച്ചൻ ഉൾപ്പെടെയുള്ള OEHനും മാണിക്കാട്ട് വർഗീസ് അച്ഛനും ഒടുവിൽ ഇപ്പോൾ കാനഡയിൽ പോയിരിക്കുന്ന കൊറുകാട്ടിൽ ബൈജു അച്ഛൻ മുതലുള്ള എല്ലാവരും എന്തൊരു വലിയ ഭാഗ്യമാണ്. ഞാൻ എന്റെ ആധ്യാത്മിക ജീവിതത്തിന്റെ ആരംഭം കുറിക്കുന്നത് മോർ ഇഗ്നാത്തിയോസ് നൂറോനോ പിതാവിന്റെ സൺഡേ സ്കൂളിൽ അധ്യാപകനായിട്ടാണ്. ഇവിടെ അല്ലെന്ന് മാത്രമേ ഉള്ളൂ. മോർ ഇഗ്നാത്തിയോസ് നൂറോനോ സൺഡേ സ്കൂളിലെ അധ്യാപകനായിട്ടാണ് ഞാൻ എന്റെ ആധ്യാത്മിക ജീവിതത്തിന്റെ ആരംഭം 17ാമത്തെ വയസ്സിൽ ആരംഭം കുറിക്കുകയാണ്. ആ നാമത്തിൽ പ്രാരംഭം കുറിച്ചവർക്കൊന്നും ഒന്നിനും ഒരു കുറവുണ്ടായിട്ടില്ല. ഇവിടെ എന്നെ ഏൽപ്പിച്ചിരുന്ന നിയോഗം എന്ന് പറയുന്നത് ഒരു പഠന സഹായത്തിന്റെ വിതരണമാണ്. ഇന്നലെ ഞാനും മത്തായിച്ചനൊക്കെ ഉൾപ്പെടുന്ന വൈദികരും ഒക്കെ ചേർന്ന് 1000 ഏക്കർ പള്ളിയിൽ ഞാൻ പറഞ്ഞ കാര്യമാണല്ലോ. കല്ലാറുകുട്ടി എനിക്ക് പറഞ്ഞിരുന്ന പ്രദേശത്ത് നിന്ന് കല്ലാറുകുട്ടി ഡാമിന് കയറി വന്നപ്പോ എന്റെ തൊട്ടു മുമ്പിൽ ജീപ്പിന്റെ മുമ്പിൽ ഒരു വാഹനം ഉണ്ടായിരുന്നു, ഓട്ടോറിക്ഷ. അതിന്റെ പുറകിൽ ഒരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്, അന്ധന്മാർക്ക് യാത്ര സൗജന്യം. ഈ ഞാനത് വായിച്ചപ്പോ എനിക്ക് ആ ഡ്രൈവറോട് ഒരുപാട് സ്നേഹം തോന്നി. കാരണം അദ്ദേഹം കാണിക്കുന്ന വിശാലമായ മനസ്സ്. പക്ഷെ അതേ നിമിഷം തന്നെ എന്റെ മനസ്സിൽ അടുത്തൊരാശയം വന്നു, യാത്ര ആർക്കാണ് സൗജന്യം? ഈ വായിക്കുന്നത് ആരാണ്? വായിക്കുന്നവർക്ക് ആർക്കെങ്കിലും ആ വായന കൊണ്ട് പ്രയോജനമുണ്ടോ? ഉണ്ടോ? വായിക്കുന്നവർക്കാർക്കും ആ വായന കൊണ്ട് പ്രയോജനമില്ല. സൗജന്യം കൊടുക്കാൻ വേണമെങ്കിൽ എഴുതി വെക്കണമെന്നില്ല, കയറുന്ന അന്തർക്ക് കൊടുത്താൽ മതി. തിരിച്ച് രണ്ടാമതൊരു കുറെ കുടികൾ കയറി തിരിച്ചു വന്നപ്പോ ഒരു ഹൈന്ദവ വീടിന്റെ മുമ്പിൽ, ഞാൻ വേറൊരു ഭാഗത്തും കണ്ടില്ല, ഒരു ഹൈന്ദവ വീടിന്റെ മുമ്പിൽ ഒരു സ്റ്റീലിന്റെ കൊച്ചു കലത്തില് കുറെ വെള്ളം വെച്ചിട്ടുണ്ട്, ഒരു കപ്പും വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് എന്താന്ന് ചോദിച്ചത് പറഞ്ഞു, ആ ചേച്ചി എന്നും ചെയ്യും ഈ കാര്യം. ഈ റോഡിലൂടെ ബസ് ഇല്ല, എനിക്ക് പേര് പറയാൻ അറിയാൻ പാടില്ല കേട്ടോ സ്ഥലത്തിന്റെ, 1000 ഏക്കർ ഇടവകയുടെ കിഴക്ക് ഭാഗം എനിക്ക് തോന്നുന്നു. ആ വഴിയിലൂടെ ബസ് ഇല്ലാത്തത് കൊണ്ട് നടന്നു പോകുന്ന ആളുകൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം, ചേച്ചി അവിടെ നിൽപ്പില്ല, എല്ലാവർക്കും വെള്ളം സൗജന്യം എഴുതി വെച്ചിട്ടില്ല, അവർക്ക് ആവശ്യമുള്ള വെള്ളം ഒരു കലത്തിൽ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഇടവകയെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ്, ധാരാളം സൗജന്യമായിട്ടുള്ളത് കൊടുക്കാറുണ്ട്. ഇതൊന്നും ഔദാര്യം കൊടുക്കുന്നൊന്നുമല്ല. ഇവിടെ തീരത്ത് ഇരുകൂട്ടരുണ്ടെന്ന് പറഞ്ഞപ്പോ ഒന്ന് നിറച്ചുള്ള ആളുകളും ഒന്ന് കൈ ശുഷ്കിച്ചു പോയ ആളുകളും. ഈ ദാരിദ്ര്യം എന്ന് പറയുന്നതോ സമ്പത്ത് എന്ന് പറയുന്നതോ സ്ഥിര സംവിധാനമല്ല. ഇന്ന് ദാരിദ്ര്യം അനുഭവിക്കുന്നവൻ നാളെ ധനവാനാണ്, ഇന്ന് ധനവാനായിട്ടുള്ളവൻ നാളെ ദരിദ്രനാണ്. ഇതൊരു ആക്ഷേപികമായിട്ടുള്ള ആപേക്ഷികമായിട്ടുള്ള സംവിധാനമാണ്. ഇതിന് ഇപ്പോൾ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇന്ന് കാണുന്നവർ നാളെ കയ്യിൽ നിറച്ചുള്ളവരായി മാറും. അതുകൊണ്ട് ഒരിക്കലും ഒരു അഹങ്കാര മനസ്സോടെ ആരും ഒന്നും കൊടുക്കരുത്. അത് ഒരു ഔദാര്യം വാങ്ങുന്ന പോലെ ആരും വാങ്ങുകയും ചെയ്യരുത്, അവകാശത്തോടെ വാങ്ങണം. ബഹുമാനപ്പെട്ട വികാരിയച്ഛനോട് ചേർന്ന് ഇടവകയുടെ ഏതെങ്കിലും ഭാഗത്ത് എവിടെയെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ മനുഷ്യ സേവനത്തിന് ആധ്യാത്മിക രംഗത്തേക്ക് ഇവരെ കോർത്തിണക്കാൻ വേണ്ടിയുള്ള ശൃംഖലയുടെ ഭാഗമാണ് സൺഡേ സ്കൂൾ അധ്യാപകര്, പള്ളി മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്,
ഈ കുടുംബ യൂണിറ്റിന്റെ ഭാരവാഹികളും ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ കർമ്മം ധീരമായി നിർവഹിച്ച മുൻഗാമികളായിട്ടുള്ള ഈ എല്ലാ പൂർവ്വ അധ്യാപകരെയും സമയം കണ്ടെത്തി ഇന്നിവിടെ വന്നു ചേർന്ന എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയോടുകൂടെ ഓർമ്മിക്കുന്നു. ഇപ്പോ ചെറുതായിട്ട് എന്റെ മനസ്സിൽ വരുന്നുണ്ട്, ഒരു ഓർമ്മയിൽ വരുന്നുണ്ട്, പാട്ടില്ല. അത് ഞാൻ രണ്ടുപേരി പാടിത്തരാം, എല്ലാവരും ചേർന്ന് പാടണമെന്ന് അപേക്ഷിക്കും. യേശുവൻ പ്രാണനായക ജീവനെ നീക്കേകിയോനെ, യേശുവൻ പ്രാണനായക ജീവനെ നീക്കേകിയോനെ, എൻ സങ്കടങ്ങളറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർപ്പെന്നെ കണ്ണുനീർ തുടച്ചല്ലോ നീ. എൻ സങ്കടങ്ങളറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർപ്പെന്നെ കണ്ണുനീർ തുടച്ചല്ലോ നീ. പാപിയായി ഞാൻ ജീവിച്ചപ്പോ പാതതെറ്റി ഓടിയപ്പോ, പാപിയായി ഞാൻ ജീവിച്ചപ്പോ പാതതെറ്റി ഓടിയപ്പോ, പാലകൻ നീ പേടി പാതകനടിയാനെ പാവനമാർഗേ ചേർത്തല്ലോ. പാലകൻ നീ പേടി പാതകനടിയാനെ പാവനമാർഗേ ചേർത്തല്ലോ. യേശുവേ എൻ പ്രാണനായക ജീവനെ നീക്കേകിയോനെ, യേശുവേ എൻ ജീവനായക ജീവനെ നീക്കേകിയോനെ, എൻ സങ്കടങ്ങളറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർന്നെന്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. എൻ സങ്കടങ്ങളറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർന്നെന്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. സങ്കടങ്ങളറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർന്നെന്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. പരിപാടിയിൽ പങ്കെടുക്കുവാൻ ദൈവം അനുഗ്രഹിച്ചതിനാൽ നന്ദി പറയുന്നു. നീണ്ട ഒരു പ്രസംഗമല്ല എൻ്റെ മുമ്പിലുള്ളത്, ചെറിയ 4 വരി പാട്ടാണ്. അന്നു കൽമനമെല്ലാമുരുകി കുരിശുമരത്തിൽ നിന്നും ഒഴുകുന്ന ചുടു കണ്ണീർ മകനേ, ഓ മകളേ, മകനേ, മകളേ, നിനക്കായല്ല താമലത്തേങ്ങി അന്നു കൽമനമെല്ലാമുരുകി. പാവമില്ലാത്ത ഞാൻ പാപിയായി തീർന്നു നിൻ ജീവനു വേണ്ടി. പാവമില്ലാത്ത ഞാൻ പാപിയായി തീർന്നു നിൻ ജീവനു വേണ്ടി. ഇന്നു ഞാൻ തൂങ്ങുന്നു കുരിശിൽ നഗ്നനായി നീ ചെയ്ത പാപത്തിൻ പരിഹാരമായി. ഇന്നു ഞാൻ തൂങ്ങുന്നു കുരിശിൽ നഗ്നനായി നീ ചെയ്ത പാപത്തിൻ പരിഹാരമായി. അന്നു കൽമനമെല്ലാമുരുകി കുരിശുമരത്തിൽ നിന്നും ഒഴുകുന്ന ചുടു കണ്ണീർ മകനേ,
മകളെ 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 നിനക്കായില്ല അന്നും കൽമനമല്ല സംപൂജ്യ സദസ്സിന് ക്രിസ്തുവിശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ഈ ശ്രേഷ്ഠമായ അവസരത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സൺഡേ സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ അനുഗ്രഹീത കൂടിവരവിനായി എല്ലാവിധ ദൈവിക ആശംസകളും അർപ്പിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ രണ്ട് വ്യക്തികളെ ഞാൻ അനുസ്മരിക്കുകയാണ്. ഈ പള്ളിയിൽ ഞാൻ ആരാധനയിൽ സംബന്ധിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ എന്നെ ഏറ്റവും സ്വാധീനിച്ച ഒരു വ്യക്തിത്വം ഒരാള് ബഹുമാനപ്പെട്ട കണ്ടെത്തൽ അച്ഛനാണ്. അദ്ദേഹത്തിന്റെ മാതൃകയാണ് ഒരു പുരോഹിതനാകുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഞാൻ എന്നും ഓർക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മറ്റൊരാൾ ഈ സൺഡേ സ്കൂളിലെ ശ്രേഷ്ഠമായ നിലയിൽ നയിക്കുവാൻ അടിത്തറപ്പാക്കിയത് അത്രയും ബഹുമാനപ്പെട്ട എം മത്തായി സാറാണ്. ഇന്ന് ഞാൻ നമ്മൾ ഒരുമിച്ചില്ലെങ്കിലും ഇന്ന് ദൈവ ദുരുസന്നിധിയിൽ അദ്ദേഹം ആയിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കുകയും അദ്ദേഹത്തെ ഞാൻ ഓർക്കുകയും ചെയ്യുന്നു. നമ്മുടെ പൂർവികർ പ്രിയമുള്ളവരെ ഇവിടെ കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് ആരംഭം കുറിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ദൈവത്തെ അറിയുവാനും സന്തോഷം ആരാധിക്കുവാനും നമുക്കെല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി അർപ്പിച്ച വാക്കുകൾ വെച്ചിരിക്കുന്നു. ദൈവനാമം ഓർത്തുകൊടുക്കും. ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയ ദൈവത്തിന് മുന്നമേ നന്ദി പറയുകയാണ്. അതിനേക്കാൾ ഉപരി ഇതിനു വേണ്ടി പ്രവർത്തിച്ചതായ അധ്യാപകർ ഈ പുതിയ ഈ തലമുറയിൽ പഴയതിനെ എല്ലാം ഉപേക്ഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്ന് ഞാൻ പറയുവാൻ കാരണം നമ്മുടെ പല കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വാർദ്ധക്യത്തിലായ മാതാപിതാക്കന്മാരെ വരെ എങ്ങനെ ഉപേക്ഷിച്ച് ഒഴിവാക്കാം എന്ന് ചിന്തിക്കുന്ന ഈ തലമുറയിൽ ഇങ്ങനെ പഴയതിനെ കുറിച്ച് ഓർത്തെടുക്കുവാനും അവരെ ഒന്ന് കൂട്ടിവരുത്തുവാനും ശ്രമിച്ചതായ അധ്യാപകരെ പ്രത്യേകം ഞാൻ ശ്ലാഘിക്കുകയാണ്. എൻ്റെ എല്ലാം ഈ ദേവാലയം തന്നെയാണ്. എൻ്റെ കുടുംബവും ഈ ദേവാലയം തന്നെയാണ്. എല്ലാവരുടെ ഹൃദയത്തിൽ ഇത് സംഗ്രഹിക്കുകയും ജീവിതത്തിൽ അതിനനുസരിച്ച് ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്കിടയായി തീരുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. ദൈവനാമത്തിൽ മുഖത്ത് കൊടുക്കുമാറാകട്ടെ. പ്രിയ ഗുരുക്കന്മാരെ, മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, ഞാനിപ്പോ ഇവിടെ ആശംസ അർപ്പിക്കുന്നതിനായി നിൽക്കുന്നത് MJSSA വാളറ ഡിസ്ട്രിക്റ്റിന്റെ ഇൻസ്പെക്ടർ എന്നുള്ള നിലയിലാണ്. ഈ പ്രോഗ്രാം വിധത്തിൽ സംഘടിപ്പിക്കുന്നത് ഇങ്ങനൊരു ക്രമീകരണം ചെയ്തതിലും ഈ ഇടവകയെയും ഈ കമ്മിറ്റിയെയും ഈ സൺഡേ സ്കൂളിനെയും MJSSA വാളറ ഡിസ്ട്രിക്റ്റിന് വേണ്ടിയിട്ട് വാളറ ഡിസ്ട്രിക്റ്റിന്റെ പേരിൽ എല്ലാവിധമായിട്ടുള്ള ആശംസകളും നന്ദിയും അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട വർഗീച്ചേട്ടൻ എന്റെയും ഗുരുവാണ്. ദീർഘകാലം ഇവിടെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. കൂടാതെ കഴിഞ്ഞ തുടർച്ചയായി 35 വർഷക്കാലമായി, അതായത് 10 വർഷം കുട്ടി എന്നുള്ള നിലയിലും അതിൽ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിലും, തുടർന്ന് ഈ കഴിഞ്ഞ 25 വർഷക്കാലമായി ഈ സൺഡേ സ്കൂളിലെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഇടയാക്കിയ സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനോടൊപ്പം ഈ വചനതീരത്ത് എത്തിയ നേരത്തിന് എല്ലാവിധമായിട്ടുള്ള മംഗളങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ഇവിടെ ഇന്ന് എന്റെ കർത്തവ്യം ഈ സ്കൂളിലെ ആത്മീയ പ്രവർത്തനങ്ങളിലും പഠന മേഖലകളിലും ഇതിരമായിട്ടുള്ള പാഠ്യ വിഷയങ്ങളിലും ഞങ്ങൾക്ക് അധ്യാപകർ പകർന്നു തന്നിരിക്കുന്ന കാര്യങ്ങളും നിങ്ങളോട് പങ്കുവയ്ക്കുന്നതാണ്. ഞങ്ങളുടെ സൺഡേ സ്കൂളിലെ ബഹുമാന്യരായ ഞങ്ങളുടെ സ്വന്തം അധ്യാപകർക്ക് എൻ്റെ പേരിൽ ഹൃദയംഗമായ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ ഹൈറേഞ്ച് മേഖലയുടെ പ്രകാശമാണ് നമ്മുടെ തിരുമേനി. വേദിയിൽ സദസ്സിലിരിക്കുന്ന മാന്യ വ്യക്തികളെ, സഹോദരങ്ങളെ,
ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. ഒത്തിരി നീണ്ട പ്രസംഗമൊന്നും എനിക്ക് പ്രസംഗിക്കാൻ അറിഞ്ഞൂടാ. എന്നാലും ഉള്ളത് ഞാൻ ഇത് എഴുതി വായിക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ സൺഡേ സ്കൂളിൽ 3ാം ക്ലാസ് വരെ പഠിച്ചോളൂ. എന്നെ പഠിപ്പിച്ച ദേവിക്കുട്ടി ചേച്ചി ഇവിടെ ഉണ്ട്. ഞാനിവിടെ മാവിനോട് കല്ലെറിഞ്ഞിട്ട് എന്റെ ചെവിയെ പിടിച്ച് ഇറക്കി വിട്ടായിരുന്നു. ഞാൻ പിന്നെ പഠിച്ചില്ല. സൺഡേ സ്കൂളിൽ പഠിക്കാത്തതിന്റെ ഒരു കുറവാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ ഇത് നോക്കിയാ വായിക്കുന്നത്. അതിന്റെ താരം തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം പള്ളിയുടെ ഫ്രഷിയൊക്കെ ആണെങ്കിലും ഞാൻ നോക്കിയത് വായിക്കുന്നത്. ഈ വചനതീരത്ത് ഇത്തിരി നേരം എന്ന കൂട്ടായ്മയുടെ സമാപന വേളയിൽ എല്ലാവർക്കും നന്ദി അർപ്പിക്കുവാൻ ഞാൻ ഒരുങ്ങുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷനും ഈ യോഗത്തിന്റെ പേരിൽ നന്ദി അർപ്പിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയിലും വിശുദ്ധ കുർബാനയിലും കുർബാന അർപ്പിച്ച് ആശീർവദിച്ച് നിറഞ്ഞ സാന്നിധ്യമായി നിലകൊള്ളുന്ന ഈ യോഗത്തിന്റെയും ചാരിറ്റബിൾ ഫണ്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ച അഭിമന്യ തിരുമനസിനോട് ഈ തൃപ്പാദത്തിൽ ഇടവകയുടെ പേരിലും യോഗത്തിന്റെ പേരിലും വിനയപൂർവ്വം നന്ദി സമർപ്പിക്കുന്നു. അദ്ദേഹത്തിന് ഈ യോഗത്തിന്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. NJSSയിൽ നിന്ന് എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ശ്രീ PV ഏരിയ സാർ സജീവ ആത്മീയ പ്രവർത്തകനും ഇവിടെ ഒരു ലൈബ്രറിയുടെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കും ആശംസ അറിയിക്കുകയും എത്തിച്ചേർന്ന അദ്ദേഹത്തിനും ഇടവകയുടെ പേരിലും യോഗത്തിന്റെ പേരിലും പ്രത്യേകിച്ച് സൺഡേ സ്കൂളിന്റെ പേരിലും നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും വേദിയിലുള്ള ബഹുമാനപ്പെട്ട സംബന്ധിക്കാനെത്തിയ ബ്ലോക്ക് മെമ്പർ സലീം കുമാർ, പഞ്ചായത്ത് മെമ്പർമാരായ മേരി യാക്കോബ്, ബേബി ഈ ജേരി എന്നിവർക്കും ഈ ഇടവകയുടെ പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു.